സാത്താൻ ആരാധനയ്ക്ക് പരിശുദ്ധ കുർബാന കൊണ്ട് എന്നാൽ അത് ഒറിജിനലാണോ അല്ലയോ എന്ന് അവർക്കറിയാം. കാരണം പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചാണ് അവർ പിശാചിന് ബലിയർപ്പിക്കുന്നത്. വിശുദ്ധ കുർബാന യേശുവിൻ്റെ ശരീരമാണെന്ന തിരിച്ചറിവാണ് അവരുടെ നാശത്തിന്റെ കാരണമെങ്കിൽ ഇന്ന് അത് തിരിച്ചറിയാത്തതാണ് ക്രിസ്ത്യാനിയുടെ നാശത്തിന് കാരണം. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയാണ്. എല്ലാ മേഖലയിലും ജീവൻ നഷ്ടപ്പെട്ട് മരിക്കാൻ തോന്നുന്ന നിനക്ക് ജീവൻ വേണോ? പരിശുദ്ധ കുർബാനയിൽ ആശ്രയിക്ക്. ആരോഗ്യം വേണോ? സൗഖ്യം വേണോ? അത് കുർബാനയിലുണ്ട്. തളർച്ചയും ക്ഷീണവും മാറി ഉന്മേഷം വേണോ? അത് പരിശുദ്ധ കുർബാനയിലുണ്ട്. മക്കളുടെ പഠന മേഖല, ജോലി മേഖല തുറക്കപ്പെടണോ? ഞാൻ നിന്റെ പുത്രരെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ പരിശുദ്ധ കുർബാനയിൽ ആശ്രയിക്ക്. കടബാധ്യത മാറി കടം കൊടുക്കുന്നവനാകണോ? തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമ്പത്ത് നൽകുന്ന പരിശുദ്ധ കുർബാനയിൽ നീ ആശ്രയിക്ക്. നിന്റെ വീടിനും മക്കൾക്ക് സംരക്ഷണം വേണോ? ലഹരിയിൽ നിന്ന് മോചനം വേണോ? ചെറുപ്പം മുതലേ പരിശുദ്ധ കുർബാന ലഹരിയാകട്ടെ. നിന്റെ മുഖത്തിന്റെ മ്ലാനത മാറി പ്രകാശം നിറയണോ? അവനെ നോക്കിയവർ പ്രകാശിതനായി എന്നാണ്. അശുദ്ധി മാറി വിശുദ്ധി നിറയണോ? വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കെ വിശുദ്ധി നിറയും. നിന്റെ ബലഹീനതയിൽ ദൈവശക്തി നിനക്ക് പ്രകടമാകണോ? അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് സകലരെയും സൗഖ്യമാക്കിയിരുന്നു. വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കെ. ലോകത്തിന്റെ മൈത്രിയ നീ ഇന്ന് ദൈവത്തിന്റെ ശത്രുവായോ? വിശുദ്ധ കുർബാനയുടെ മിത്രമാക്. വചനം പറയുകയാണ്, നിങ്ങളിൽ ചിലർ രോഗികളും ദുർബലരും ചിലർ മരിച്ചുപോയതിനും കാരണം ഈ അപ്പം വിവേചിച്ചറിയാതെ ആത്മശോധന ചെയ്യാതെ ഭക്ഷിച്ചതിനാലാണെന്നാണ്. വിശുദ്ധ കുർബാന ഉദ്ഘാടനം ചെയ്ത് യേശു നേരിട്ട് ആദ്യം കൊടുത്തത് ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസിനാണ്. ഉടനെ സാത്താനാണ് അവനിൽ കയറിയത്. അതായത് സ്വീകരിക്കുന്ന അർത്ഥിയുടെ മനോഭാവമാണ്, യോഗ്യതയാണ് വിശുദ്ധ കുർബാന ഒരാൾക്ക് ജീവനാകുന്നതും മരണമാകുന്നതും നന്മയാകുന്നതും തിന്മയാകുന്നതും. അതുകൊണ്ട് നിന്റെ ജീവിതം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ, നീ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന നിനക്ക് മരണമാകാതിരിക്കാൻ യോഗ്യതയോടെ കുമ്പസാരിച്ച് ക്ഷമിച്ച് മാപ്പ് പറഞ്ഞ് രമ്യതയോടെ സ്വീകരിക്കാം. പെസഹ തിരുനാളിന്റെ എല്ലാ ആശംസകളും.